ടോമങ്കിൾ റൂം നമ്പർ 229. ഞാൻ പോയി വാങ്ങിച്ചോളാം. പപ്പാ വേഗം ഇങ്ങോട്ട് വന്നേ. വീണാനെ പന്നി. പപ്പ വീണ? വീണില്ല, കാലൊന്ന് തട്ടി. അതല്ല വീണ, അവളെ ഞാൻ കണ്ടു. അവിടെ അവളെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കണം? എനിക്കറിയില്ല. എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. ഈ കല്യാണം പൊളിക്കാനാ. പ്രേമത്തിന്റെ കൂടെ ഒരു ഗർഭം ചേർത്ത് പറഞ്ഞാ പോരെ, കാര്യമൊക്കെ തുറഞ്ഞില്ലേ? തെളിവ് ഇഷ്ടം പോലെ അവളുടെ കയ്യിലുണ്ടല്ലോ, സമ്മാനങ്ങളും എഴുത്തൊക്കെ ആയിട്ട്. എല്ലാവരുടെയും മുമ്പിൽ കുറെ നാളെ എഴുന്നള്ളിച്ചോണ്ടല്ലേ. ഇവ ഷേവ് ചെയ്തിട്ടില്ല. ഞാനാണെങ്കിൽ ഈ പണ്ടാറത്തിനെ കണ്ടിട്ടില്ല. എങ്ങനെ ഇരിക്കും ഈ പിശാചി? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചുവന്ന സാരി ബ്ലൗസ് കൊടുത്ത് ഞാൻ കണ്ടല്ലേ. ഓ, കുരിശുകളോരൊന്ന് കല്യാണം മുടക്കാനായിട്ട് വന്ന് കയറി തുടങ്ങിയിരിക്കുക. ദേ കാര്യം നടന്നില്ലെങ്കിൽ 10 പൈസ എഴുതി ഞാൻ കത്തിക്കില്ല. കുരിശമ്മ കിടന്ന് എഴുതി അത്ര നല്ല സുഖല്ലേ? ഡാൻസ് കളിക്കുന്നത് അല്ല, കുർബാനയുടെ കാര്യം എന്തായെന്നറിയാം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓ അല്ലേ, അതെ, നിനക്ക് ഇനി തോന്നിയതാണ്. അല്ല ഉപ്പ, ഇത് അവള് തന്നെ, എനിക്ക് ഉറപ്പാ. എന്നാ നീ അങ്ങോട്ട് ചെല്ല്. ചോപ്പ് സാരി എന്നല്ലേ പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം. കേക്ക് തിന്നുന്നു. ഞാൻ തന്നെ. ആരാ ഇവിടെ? വകയിലൊരു അമ്മായിയമ്മ. വകയിലമ്മായിയമ്മയോ? അമ്മൂമ്മ. ഏത് തറവാട്ടില്? കുമ്മണാഞ്ചേരിയിലെ അമ്മൂമ്മ. കുമ്മണാഞ്ചേരിയിലാണ്. എനിക്കൊന്ന് പരിചയപ്പെട. ഇപ്പൊ അമ്മൂമ്മ കിടന്നുറങ്ങും. അങ്ങനെ പള്ളിയിൽ അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. കുമ്മണാഞ്ചേരി ആണോ? മണ്ണാകട്ട. അച്ഛൻ തന്നോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. താരി വന്നേ. ഹലോ, ജോസ് അല്ലേ? ഓപ്പറേറ്ററോട് ചോദിച്ചിട്ട് ഞാൻ രാമകത്തന്റെ റൂമിൽ വിളിച്ചു. പക്ഷെ അവിടെ ഒരു ഫോൺ എടുക്കുന്നില്ലല്ലോ. ഇയാൾ എങ്ങനെ ഇരിക്കും? ആവശ്യം അയാളുടെ അല്ലേ, വരുമ്പോ വിളിച്ചോളും. അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ആരാ ഏതാണെന്നൊന്നും ചോദിക്കണ്ട, എല്ലാം എനിക്കറിയാം. എന്താ വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ, കല്യാണം കഴിക്കാനാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഇല്ലെങ്കിൽ കാശ് വേണം. അതെ, കല്യാണം നടക്കില്ല, എനിക്ക് ഇഷ്ടല്ല. കാശിന്റെ കാര്യം പറ, എന്തു വേണം? അങ്ങനെയാണെങ്കിൽ ഒരു 50,000 രൂപ, അത് കുറഞ്ഞ് നടക്കില്ല. അത് ഇത്തിരി കൂടുതലല്ലേ? എങ്കിൽ കല്യാണം നടത്തിക്കോ, വെറുതെ ഒന്നും നടക്കില്ല. അത് വേണ്ട. ഈ 50,000 ഞാൻ സമ്മതിച്ചു. ഈ 50,000 അങ്ങോട്ട് തന്നാ പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടക്കണം. അത് ഞാൻ ഏറ്റു. അത് മതി. കാശ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കാം. ഈ മുറിയായിരിക്കും. ആ ചേട്ട ഇനി എത്തിട്ടില്ല അല്ലേ? ഇല്ല സാറേ, അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. സാർ ഇത്രയും വലിയ ശരീരം വെച്ച് ഇവിടെ കിടന്ന് തിരിഞ്ഞു കളിക്കണ്ട, പോയിക്കോ. ഇല്ല, ഞാൻ അവനെ കൂടെ പോകും. കയ്യെ കിട്ടിയ അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാൽ ആദ്യത്തെ ഇടിക്കാൻ ഞാൻ പുറത്തോണ്ട് വരും. അത് നടക്കില്ല. അതെന്താ? അവൻ മുലപ്പാല് കുടിച്ചിട്ടില്ല. അവനെ പ്രസവിച്ച ഉടനെ അവന്റെ അമ്മ മരിച്ചുപോയി. ഓ, തള്ളെ കൊന്നിട്ടാ പന്നി പുറത്തേക്ക് വന്നല്ലേ? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ നിന്ന് എന്റെ കൺട്രോൾ തെറ്റ്. സാറ് പോയിക്കോ. തിന്നാ തൂറ. എന്തിനാ ഇത്ര തൂക്കുള്ള ആൾക്കാരെ ദൈവം സൃഷ്ടിച്ചേക്കണേ? ഇവനൊക്കെ കൊണ്ടുപോയി കുച്ചിട്ടുണ്ട്. തുറക്കണോ അല്ലെങ്കിൽ ചവിട്ടി പിടിക്കാൻ? തുറക്കാൻ പറഞ്ഞില്ലേ? ഇവിടെ ആരുമില്ലേ? ടോമങ്കിളല്ലേ? ഞാൻ കേട്ടി മാത്തു ചെറുക്കന്റെ അച്ഛൻ. ചെറുക്കന്റെ അതന്നെ. ഫെർണാണ്ടസ് കുറച്ച് കാശിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? മിസ്റ്റർ ഫെർണാണ്ടസ് പറഞ്ഞിരുന്നു, കാശെടുക്കാൻ ആള് ബാങ്കിലേക്ക് പോയിരിക്കുകയാണ്, ഇപ്പോൾ വരെ ഇരിക്കാനൊന്നും സമയമില്ല. എന്റെ വാലുമ തീ പിടിച്ചിരിക്കുക. അത് വലിയ കല്യാണം നടക്കില്ലേ, പരിചയമില്ലാത്ത സ്ഥലവും, അപ്പോ അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതെ, എനിക്കൊരു ഉപകാരം ചെയ്യണം. കാശ് കിട്ടുമ്പോ അതിന് ഒരു 50,000 രൂപ റൂം നമ്പർ 104 കൊടുക്കണം. 104? അവിടെ ആരാണ്? 104 എന്റെ ബന്ധു. ഓ, അത് ശരി. അപ്പൊ ബാക്കി കാശ് എന്റെ മുറി കൊണ്ടു തരണം. അപ്പൊ 104 104 50,000 കൊടുത്തിട്ട് ബാക്കി കാശ് എന്റെ മുറി തരണം. ടോമങ്ങളെ എനിക്ക് അത്യാവശ്യമായിട്ട് കേട്ടാ. നീ ആ ടോമങ്ങളിലൊന്ന് വിളിക്കണം. കാശിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരാട്ടാ. ഓഫി ഒരു മുൻകൂർ ജാമ്യം കിട്ടുമെന്ന് അറിയൊരു വക്കീലിനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ അപ്പന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഹലോ, അങ്കിൾ ടോമിന്റെ റൂം ഒന്ന് കണക്ട് ചെയ്യോ? ഹലോ അങ്കിൾ, കാശ് റെഡി ആവുമ്പോ റൂമിലോട്ട് കൊണ്ടുവന്നാ മതി, ഞാനിവിടെ ഉണ്ടാവും. ഇതാ എത്തിപ്പോയി, കാശ് റെഡി. ഏതാ റൂം? ഹലോ, ഞാൻ 2219 ക്യാഷ് റെഡിയാണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഇവിടെ വേറെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരുമില്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. നേരത്തെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അവിടെ ആരും ഫോൺ എടുത്തില്ലല്ലോ. ഞാൻ കൗണ്ടറിൽ ക്യാഷ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിരിക്കായിരുന്നു. ഓ, അത് ശരി. എന്ന് ഞാൻ അങ്ങോട്ട് വരാം. വരൂ. ഇരിക്കൂട്ടോ. അതെ, ഇടപാടൊക്കെ ആദ്യം തന്നെ തീർക്കാം, ഇന്നാലേ ഇതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇൻട്രസ്റ്റോ? അപ്പൊ ഇത് പലിശക്കാ?
പലിശക്കല്ലാതെ ഭയങ്കര തമാശക്കാരല്ലേ. എനിക്ക് തമാശ വലിയ ഇഷ്ടാ. ഇരിക്കും കേട്ടോ. സഹകരിക്ക്. എന്തൊക്കെയാ മാത്തച്ചായി പറയണത്? ടോമകൾ നിങ്ങളുടെ ഭാര്യയെ പിടിച്ചെന്നോ? കേറി പിടിച്ച് ഉമ്മം വെച്ചു. അയാളുടെ പല്ലു കൊണ്ട് പാട് അവളുടെ മുഖത്തുണ്ട്. കാണണെങ്കി വാ. എന്റെ കർത്താവേ, ഞാൻ എന്തൊക്കെയായി കേക്കണേ. ഇങ്ങനെയുള്ള ആഭാസന്മാരുടെ കുടുംബത്തേക്ക് എന്റെ ചക്കൻ അയച്ച അവന്റെ ഗതി എന്താവും? മാത്തച്ഛ സമാധാനിക്ക്, നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിരിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കേ. ആ പണ്ടാറക്കാലിനെ കിട്ടി അവന്റെ കയ്യിൽ കാലം തല്ലി പിടിക്കും. പിന്നെ അവൻ ജീവിതത്തിൽ ആരും ഉമ്മ വെക്കില്ല. ഞാൻ സമ്മതിക്കൂല. ഓ, ബഹളം ഉണ്ടാക്കരുത്. ഇതിപ്പോ നമ്മള് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ബന്ധുക്കാരും നാട്ടുകാരുമാ. അവരെങ്ങാനും ഇത് അറിഞ്ഞാൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ മാനക്കേടാ. പറ്റിയ തെറ്റിന് പ്രായച്ചിത്തമായിട്ട് ഒരു 5 10 വേണേ കൂടുതൽ തരാം. 5 10 എനിക്ക് കൂടുതൽ കിട്ടാൻ പോണോണ്ടല്ല. അച്ചായനും ഞാനും തമ്മിലൊരു ബന്ധം വേണമെന്ന് വെച്ചിട്ട് ഞാനിപ്പോ കണ്ണടക്കുന്നു. എനിക്ക് നല്ല ദുഃഖമുണ്ട്. എവിടെയുണ്ടാ കാമത്തവള? കാമത്തവളയോ? പിന്നെ പട്ടാപ്പകളുടെ സ്ത്രീയെ കയറി പിടിച്ച ഒരുത്തനെ ഞാൻ പുണ്യാളച്ചാന്ന് വിളിക്കലോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ താമസിച്ചത്? സോറി. വരൂ. ഞാനിവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഒരു ചായ കൂടെ പറയാം. കുറച്ച് കഴിഞ്ഞ് മതി. ഫോണിൽ കേൾക്കുന്ന ശബ്ദവും ഇപ്പൊ കേൾക്കുന്ന ശബ്ദവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എന്നെ ഇഷ്ടായോ? ഏത് വീട്ടിലെ? വീടും നാടും ഒക്കെ എന്തിനാ അറിയുന്നേ? കൊള്ളൻ. ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. ഞാൻ ബാത്റൂമിൽ നിക്കാം. ഇതില് May I come in, sir? Yes. Can I make the tea, No, sir? no. Okay, sir. എവിടെ പോയി? Sir, bill, please, sir. പിന്നെ ഇപ്പം പിന്നെ നിങ്ങൾ ഇത്രയും വൃത്തികെട്ടവരാണെന്ന് ഞാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. ചെറുക്കന്റെ അച്ഛൻ പണം കൊടുക്കാൻ പറഞ്ഞ പണം കൊടുക്കാനല്ലേ പറഞ്ഞോളൂ. തന്നോടെയാണ് ഭാര്യയെ കയറി പിടിക്കാൻ പറഞ്ഞോ? ഭാര്യ കയറി പിടിച്ചോ? എടോ, താരം മാത്തച്ഛന്റെ ഭാര്യയെ കയറി പിടിച്ചില്ലേ? അയ്യോ, ഞാൻ അയാളുടെ ഭാര്യയെ കണ്ടിട്ട് പോലും ഇല്ല പ്രജിത്ത. ഇന്നാണ് ഒരുത്തൻ ഇവിടെ കയറികളെ ഇടിച്ചില്ലേ? ആ ചുമ്മാതല്ല, ഇയാളാണ് വീട്ടിൽ കയറി വല്ല തോന്നിയാ ഒരു പെണ്ണിനെ കയറി ഉമ്മം വെച്ചിട്ട് അവളെ കണ്ടിട്ടില്ല പോലും. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല പ്രജിത്ത. കാശും കൊണ്ട് മാത്തച്ഛന്റെ മുറി കയറി ചെന്നിട്ട് സ്വർണ്ണമേ കയറി പിടിച്ച എന്തിനാന്നാ ചോദിക്കുന്നേ? ഞാൻ കാശ് കൊണ്ട് ആരുടെയും മുറി പോയിട്ടില്ല, ആരെ കയറി പിടിച്ചിട്ടില്ല. നിങ്ങളോട് ആരെയും നുണയൊക്കെ പറഞ്ഞു തന്നത്? അവനെ ഇങ്ങോട്ട് വിളിക്കേ, കൂട്ടിരുത്തി ചോദിക്കാം. ഒരുവിധം ഒതുക്കി വിട്ടതാ. ഇനി എല്ലാരെയും കൂട്ടി നിർത്തി നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ അറിയിക്കണോ? അറിയണമെങ്കിൽ അറിയട്ടെ. എനിക്ക് ഇന്ന് തന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയണം. 10-40 വർഷമായി ഈ മനുഷ്യന്റെ കൂടെ ഞാൻ പൊറുക്കുന്നു. ഇന്ന് വരെ എന്റെ മുഖത്ത് പോലും ശരിക്കും നോക്കിയിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ ഇതെന്താണോ തന്നെ നെറ്റി ചുമന്നിരിക്കുന്നേ? അത് നെറ്റിയൊന്നും ചോര പിടിച്ചു. പിന്നെന്താ തന്നെ ചോരയ്ക്ക് ഒരു വാസന? അത് നല്ല മനസ്സുള്ളവരുടെ ചോരയ്ക്ക് ചിലപ്പോ വാസന ഉണ്ടാവും. അങ്ങനെയാണ് ഈയുടെ ചോര നാറണല്ലോ. ആ മാത്തച്ഛനെ ഇങ്ങോട്ട് വിളിക്കേ. ഇങ്ങോട്ടൊന്നും വിളിക്കണ്ട, നമുക്ക് അങ്ങോട്ട് പോയി ചോദിക്കാം. എന്നാ വാ, സത്യം അറിഞ്ഞിട്ട് വാ. എവിടെ? അയ്യോ, ഏതായുള്ള? എന്റെ അമ്മേ, എനിക്കറിയില്ല. താൻ അറിയാതെ തന്റെ അലമാരിക്കകത്ത് എങ്ങനെയാണ് ഒരു പെണ്ണ് വന്നത്? ഇവൾ ആരാണെന്നോ ഏതാണെന്നോ എനിക്കറിയില്ല. സത്യം പറ, ഏതാണ് നീ? അടിച്ചതിന്റെ കരുതക്കുട്ടി തിരിക്കും ഞാൻ. കക്കാൻ വന്നതായിരിക്കും. പോലീസിനെ വിളിക്കേ. കക്കാനും മോട്ടിക്കാനും ഒന്നുമല്ല, ഇയാള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. ഞാൻ വിളിച്ചോ? ആ, താൻ ഫോണിൽ വിളിച്ചില്ലേ? എന്നിട്ട് ഹോട്ടലിലേക്ക് വാ, കെട്ടിക്കോളാന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ നാക്ക് പുഴുത്തു പോവും. പിന്നെന്താ പറഞ്ഞത്? ഞാൻ കാശ് കൊണ്ട് അങ്ങോട്ട് വരാതല്ലേ പറഞ്ഞത്. അപ്പൊ നീയല്ലേ പറഞ്ഞത് ഇങ്ങോട്ട് വരാന്ന്? ഓഹോ, അപ്പൊ താൻ വിളിച്ചു വരുത്തി എന്നുള്ളത് ശരിയാ? അല്ല, അത് ഇനി ഒറ്റ അക്ഷരം പറ്റി പോരുത്. വയസ്സൊന്നും ഞാൻ നോക്കിയില്ല. കണ്ട തേ പിടിച്ചുകളെല്ലാം പിടിച്ച് മുറി കയറ്റിട്ട് കുടുംബത്തിന്റെ മാനങ്ങളെ ഇറങ്ങിയിരിക്കുന്ന അച്ഛത്തെ. ഞാൻ എന്താ ചെയ്യേണ്ടത്? നിക്കണോ പോണോ? ഇറങ്ങി പോടി പഴച്ചവളെ. ഇവള് മറ്റേ കേസാ. താൻ വലിയ വർത്താനൊന്നും പറയണ്ട. തന്റെ കുടുംബ മഹിമയൊക്കെ എനിക്കറിയാം. ഞാൻ മഹാപെട തന്നെയാ. എനിക്കൊന്നും നോക്കാനില്ല. മെക്കിട്ട് കയറാൻ വന്ന ഞാനല്ല എല്ലാരോടും വിളിച്ചു പറയും. പറഞ്ഞേക്കാം. അയ്യോ, ഇന്ന് അവസാനിപ്പിക്കും ഈ ബന്ധം. എനിക്ക് ഈ നാണക്കെട്ട ജീവിതം വേണ്ട. എന്റെ പ്രജിത്ത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആ മാത്യുവിനെ വിളിച്ചെന്നെ മുമ്പിൽ നിർത്ത്. അയാൾ പറഞ്ഞിട്ടാ ഞാൻ ഈ പെണ്ണിനെ വിളിച്ചത്. അയാൾക്കറിയാം ഇവളെ. സത്യം അയാൾ പറയും. സാർ, ബില്ല്. അയ്യോ, എന്റെ
സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്കൊരു പെണ്ണിനെയും പെടക്കോഴിനെയും അറിയില്ല. ഞാൻ ആർക്കും കാശ് കൊടുക്കാനും പറഞ്ഞിട്ടില്ല. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല ഇല്ലേ? ഇല്ല ഇല്ലേ? ഇല്ലാന്ന്. മുഖത്ത് നോക്കി കള്ളം പറയുന്നു ആ പന്നെ. കൊല്ലും. താൻ ഈ കല്യാണം മുടക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കാറോ? കള്ളയോ പറയുന്നത്? ഇനി ഒരു അക്ഷരം മിണ്ടിയാ തന്നെ നാക്കിയാൻ പിടിച്ചെടുക്കും. ഇങ്ങനെ ഒരു പല നാള് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് കയറിപ്പോയി മാത്തച്ഛനോട് ഞാൻ മാപ്പി ചോദിക്കുന്നു. എന്റെ ഒരേ ഒരു മോള, അവൾ അന്തസ്സുള്ള ഒരുത്തന്റെ കൂടെ ജീവിച്ചു കാണണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ എനിക്കിത് ബാക്കിയുള്ളൂ. ഈ തെണ്ടിയെ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തതിന്റെ ശിക്ഷയായി വേണമെങ്കിൽ ഒരു 5 ലക്ഷം രൂപ കൂടെ ഞാൻ തരാം. മാത്തച്ഛനെല്ലാം മറക്കണം. നമുക്ക് നമ്മുടെ മാനമാണ് വലുത്. ക്ഷമിക്കും മാത്തച്ഛ. ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ ഈശോ, ഇയാൾ എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. ഇല്ല, ഞാൻ ഏറ്റു. ഓടാ. എടാ എരപ്പേ, ഞാനൊരു DIG ആണ്. DIG-യുടെ കല്യാണം കഴിയുന്നവരെ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഞാൻ അറിഞ്ഞാൽ വലിച്ചു കീറി ഞാൻ അടുപ്പത്ത് വയ്ക്കും. ഫെർണാണ്ടസ് പറഞ്ഞതാ. നമ്മൾ തമ്മിൽ പറഞ്ഞുറപ്പിച്ച തുക. ചെറുക്കന് കൊടുക്കാനുള്ള കാറിന്റെ കീ പള്ളിയിൽ കെട്ട് കഴിഞ്ഞാൽ ഉടനെ കൊടുക്കും. 2 പ്രാവശ്യമായിട്ട് എന്തൊക്കെയോ കൂടുതൽ ഓഫർ ചെയ്തിരുന്നു. ആ ടോമംഗളന്റെ ഭാര്യയെ കയറി പിടിച്ചപ്പോ ഒരു 10, പിന്നെ അങ്ങേരെ എന്റെ ചേട്ടത്ത് അടിച്ചപ്പോ ഒരു 5. മാത്തച്ഛന്റെ റൂം നമ്പർ എത്രയാ? 117. ഞാൻ മറന്നിട്ടില്ല. ഒന്നിങ്ങി വന്നേ. കാശ് കൊടുക്കാൻ വരട്ടെ. ആ മാത്തച്ഛന്റെ പേരിൽ എന്തൊക്കെയോ കുറെ കേസുകളുണ്ടെന്നോ, അറസ്റ്റ് ചെയ്യാൻ SI റൂമിലേക്ക് പോയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. സത്യം അറിഞ്ഞിട്ട് മതി ബാക്കിയൊക്കെ. അതെ, ഞാൻ മാത്തച്ഛ മുറിലോട്ട് പൊക്കോ, ഞാനിത് കൊടുത്തയച്ചേക്കാം. അതെന്താ അങ്ങനെ? അതെ, ഇതിനകത്ത് കുറച്ചേ ഉള്ളൂ. അലമാരിയുടെ കീ മോൾ എടുത്തോണ്ട് പോയി. ബാക്കി പണം അതിനകത്താ. അവള് വരുമ്പോ എല്ലാം കൂടെ ഒരുമിച്ച് തന്നേക്കാം. ഞാൻ മുറി തന്നെ ഉണ്ടാവും. അയ്യോ, മുറി തന്നെ ഉണ്ടാവണം. ഞാൻ ഇപ്പൊ വരും. ആളെ കിട്ടി 117 ചെക്കുള്ള ഇന്ന് അവന്റെ പള്ള ഞാൻ വിളിക്കും. ഈശോയേ. ഞാനാ ഫെലിക്സ്. എനിക്കൊന്ന് കാണണം. ആരായാലും കുറച്ച് കഴിഞ്ഞു വരും. ഞാൻ കുളിക്കാൻ കയറി. എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. ഇനി വരാൻ സമയം കിട്ടിയെന്ന് വരില്ല. എനിക്ക് പറയാനുള്ളത് കേട്ടാ മതി. നിന്നെ കണ്ട ദിവസം മുതല് ഞാൻ ശരിക്കൊന്നും ഉറങ്ങിയിട്ടില്ല. നമ്മളമ്മ ഒരുപാട് കാലം അടുത്ത ബന്ധം ഉണ്ടായിരുന്നുള്ളതൊക്കെ ശരിയാ. നിന്നെ ഇപ്പോഴും എനിക്കിഷ്ടാ. പക്ഷെ എനിക്കിപ്പോ ഈ കല്യാണം കഴിച്ചേ പറ്റൂ. അതുകൊണ്ട് എനിക്ക് ഇത്തരക്കാരനാണെന്ന് എന്ന് ഞാൻ അറിഞ്ഞില്ല. കെട്ടിന് മുമ്പത്തിന്റെ പരിപാടി ഇതാണല്ലേ? കെട്ട് കഴിഞ്ഞാൽ എന്റെ മോളെ വീട്ടിലിട്ടിട്ട് കണ്ട അറുവാഴ്ചകളെ പലതോറും കയറി. എന്താ എടോ തെണ്ടി തന്നേ, താനും കൂടെ കേട്ടോ തന്റെ മോന്റെ ലീലാവിലാസം. ഈ മുറി താമസിക്കുന്ന ആ പിഴച്ച പെണ്ണിനെ കണ്ടില്ലേല് തന്റെ മോൻ ഉറക്കം വരില്ലാന്ന്. കർത്താവിന്റെ കൃപ കൊണ്ട ഈ ചെറ്റ് എനിക്ക് കൈയോടെ പിടിക്കാൻ കഴിഞ്ഞത്. ഞാൻ ഇനിയൊരു സത്യം പറയട്ടെ. എന്ത് സത്യം? എല്ലാം ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല. ഇത് മറ്റത് പ്രേമം. ഇവിടെ വായിച്ചോ? ഓഹോ, അപ്പൊ താനും കൂടെ അറിഞ്ഞുകൊണ്ടായിരുന്നു ഈ കേസ് കെട്ടുമായിട്ടുള്ള ഇവന്റെ ഇടപാടുകളൊക്കെ. കുറച്ച് കാശ് കൊടുത്താ എളുപ്പം അതൊന്ന് ഡീൽ ചെയ്യാൻ വന്നതേ. നാണമില്ലേടോ ചെറ്റേ, ഇങ്ങനത്തെ പെണ്ണുങ്ങളുമായിട്ട് തന്റെ മോന് ബന്ധപ്പെട്ടെന്ന് പറയാൻ? എന്താ ഇവിടെ നടന്നത് എന്തൊക്കെയാണെന്ന് തനിക്ക് അച്ചായ കാര്യം അറിയാതെ വെറുതെ കിടന്ന് തുള്ളരുത്. ഇവള് അച്ചായം പറയുന്ന പോലെ അത്ര മോശക്കാരിയൊന്നുമല്ല. ഇവള് വലിയ കുടുംബത്തിലുള്ളതാ. ഇവളുടെ അച്ഛൻ വലിയ മറ്റതാ, ഊത്ത് വിദ്വാൻ. അതെനിക്ക് മനസ്സിലായി. ഇവരുടെ മോന്ത കണ്ട അറിയാം ഇവിടെ തന്ത കൂത്തുവാണെന്ന്. അങ്ങനത്തെ ഊത്തല്ലടോ. കച്ചേരിക്കൊക്കെ അങ്ങനെ നീളത്തിൽ ഓട്ടിട്ടിട്ട് ഹാർമോണിയത്തിൽ ഓട്ടില്ല. അതല്ല. എന്താ അതിന്റെ പേര്? തബലല്ല. ഇപ്പൊ പേര് കുന്തായാലും എനിക്കൊന്നുമില്ല. അതെന്താ തനിക്ക് കുന്തല്ലാണ്ടായെന്ന്? പപ്പാ, ഇവരെനിക്കറിയില്ല. ഇനിയിപ്പൊ നീ അവളെ അറിയില്ല എന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. എല്ലാം പുറത്തായില്ലേ? കുറച്ച് കാശ് കൊടുത്ത് പറഞ്ഞയക്ക്. അയ്യോ, നിങ്ങൾ എന്തിനാ കുന്തം വിഴിഞ്ഞ പോലെ നിൽക്കണേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആണുങ്ങൾ നോക്കിയോളാം. നിങ്ങൾ റൂമിലേക്ക് വെക്കോ. ആരും പോണില്ല, എല്ലാരും അറിയട്ടെ. അല്ല അപ്പൊ എനിക്ക് സത്യമായിട്ട് എനിക്ക് അവരെ അറിയില്ല. മതി തന്തേ മോനുമായിട്ടുള്ള കളി. രണ്ടുപേർക്ക് ഒരുമിച്ച് ഈ ബാങ്കിലാണ് അക്കൗണ്ട് അല്ലേ? വൃത്തികേട് പറയരുത്. താൻ ഈ മുറിയുടെ വാതൊക്കെ മുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോ താൻ എന്താ എന്നോട് പറഞ്ഞത്? അതിനകത്ത് തന്റെ കുമ്പള ചെയ്തില്ലേ അമ്മുമ്മയാണെന്ന്. ഇവളാണോടോ തെള്ളി തന്റെ കുമ്പളോ ചെയ്തില്ലേ അമ്മുമ്മ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവനാള് പരമനാറിയാണെന്ന്. അന്ന് എല്ലാരും കൂടെ എന്നെ കുറിച്ച് കിട്ടി. നീ പോടാ. നിനക്ക് എന്റെ ഭാര്യനെ കിട്ടാതിനെ കൊതിക്കറിവല്ലേ? ഇമ്മിണി കിട്ടും. ഞാൻ പറയണോന്ന് കേക്ക്. മനസ്സിപ്പോയത് എല്ലാത്തിന്റെയും നാക്കിയാ പിടിച്ചെടുക്കും. 10 പലതുമായിട്ട് ഇതൊന്നു മാത്രമേ എനിക്കുള്ളൂ. അതെന്റെ കുറ്റ അല്ലടാ.
ഇതെല്ലാം എന്റെ കുറ്റം തന്നെയാ. ഇനി ആരെന്ത് പറഞ്ഞാലും ശരി, ഈ കല്യാണം ഞാൻ നടത്തുകയില്ല. എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ട് അങ്ങനെ ഇങ്ങനെ മാറാൻ പറ്റില്ല. ഞങ്ങൾക്കുണ്ട് കുറച്ച് അന്തസ്സൊക്കെ. കണ്ടടാ, കണ്ടു. നിന്റെയൊക്കെ അന്തസ് ഇപ്പൊ ഞാൻ കണ്ടു. ഇനി ദൈവത്തിനാ വിചാരിച്ചാലും ഈ കെട്ട് നടക്കുകയില്ല. ഇവന്റെ അപ്പം ഞാനാണെങ്കിൽ ഈ കല്യാണം നടത്തും. തോക്കുണ്ടാ എന്റെ കയ്യില്. നിന്റെ കൈ കോപ്പുണ്ട്, എനിക്ക് പുല്ലാണ്. സംസ്കാരം ഇല്ലാത്തവരടുത്ത് വർത്താനം നിൽക്കണ്ട. സംസ്കാരം നിനക്ക് കണ്ടി വെള്ളക്കുഴി. എന്താ വിളിച്ചേ? ഇളന്തോളി അച്ഛൻ വരട്ടെ, എന്നിട്ടെല്ലാം തീരുമാനിക്കാം. താനിങ്ങോട്ട് വന്നു. പൊന്നും പണമൊക്കെ കൊടുത്തതല്ലേ, അച്ഛന്റെ മധ്യസ്ഥത വേണം എല്ലാം തിരിച്ചു വാങ്ങിച്ച് പിരിയാൻ. തൽക്കാലം താൻ മുറിലോട്ട് പോ. ചെല തൽക്കാലം താനും പോ. നാളെ അച്ഛൻ വന്നിട്ടെല്ലാം തീരുമാനിക്കാം. ഇപ്പൊ ഞാൻ പോയിക്കോളാം. ഞാൻ അടിമുടി തീ പിടിച്ചിരിക്കുക. ഈ കല്യാണം നടന്നില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ വെടിവെച്ചു കൊല്ലും. എന്നിട്ട് 3-ാം നിലയുടെ മോളിന് താഴ്ത്തിക്കെടുത്ത് ചാടും. എന്നിട്ട് ഞാൻ ചത്തില്ലെങ്കിൽ അതെന്റെ ഭാഗ്യാണെന്ന് കൂട്ടിക്കോളൂ. എല്ലാം തൊലച്ചപ്പോ നിനക്ക് സമാധാനമല്ലേടി? നിന്നെ കൊല്ലു. ഡാഡി, ഡാഡി ഞാൻ പറയുന്നൊന്ന് കേക്ക്.